നാട്ടുവണ്ടി ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കോളാട് പാലത്തിലൂടെയാണ്. ധർമ്മടം പിണറായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കോളാട് പാലം. 13 കോടി രൂപ മുടക്കിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും മനോഹരമായൊരു പാലം. പണ്ട് ഈ പാലം വരുന്നതിന് മുൻപ് ഇവിടെ കടത്തായിരുന്നു. കടത്തിറങ്ങി വേണമായിരുന്നു ധർമ്മടത്തുള്ളവർക്ക് പിണറായിലേക്കും പിന്നീട് പിണറായിലുള്ളവർക്ക് ധർമ്മടത്തിലേക്കും പോകാൻ. പക്ഷേ ഇന്ന് ഏറ്റവും മനോഹരമായൊരു പാലം പണിതീർത്തിരിക്കുന്നു. വലിയ മാറ്റമാണ് ഈ പാലത്തിന്റെ വരവോടുകൂടി ഈ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എയർപോർട്ടിലേക്കൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. ധർമ്മടത്തുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ എയർപോർട്ടിലേക്ക് കടന്നു പോകാം. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പാലത്തിന്റെ ഭംഗി കാണാം. ഈ പാലത്തിനെ കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർക്കും ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പാലം ഇവിടെ എത്തുമ്പോൾ ഒരു വയ്യാകൃതിയിൽ പിരിയുകയാണ്. ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ട് പോയാൽ പാറപ്പുറത്തേക്ക് പോകാം, നേരെ പോയാൽ പിണറായിലേക്കും പോകാം. ഒരു ചിത്രം കൂടി ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ കാണാൻ കഴിയുന്നുണ്ടല്ലേ. ഈ 1980കളിൽ ഈ പാലമൊക്കെ വരുന്നതിന് മുൻപ് ഈ കോളാട് എങ്ങനെയായിരുന്നുവെന്ന് ഈ ചിത്രം നമ്മളോട് പറയുന്നുണ്ട്. പഴയ ഗ്രാമത്തിൻ്റെ മുഖം കാണാൻ കഴിയുന്നുണ്ട്. സ്കൂളുണ്ട്, ഒപ്പം തന്നെ കെട്ടിടങ്ങൾ, കടകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങ് അകലെ ഒരു മരപ്പാലം നിങ്ങൾ കാണുന്നില്ലേ? ആ മരപ്പാലത്തിന് പകരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും മികവുറ്റ സംവിധാനങ്ങളുള്ള ഒരു പുതിയ പാലം ഇവിടെ പണിതീർത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഴയ കോളാടിൽ നിന്ന് ഈ പുതിയ കോളാടിലേക്കുള്ള മാറ്റമാണ് ഈ യാത്രയിൽ എല്ലായിടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം എങ്ങനെ മാറി എന്നതിൻ്റെ കഥയാണ്. ചേട്ടാ, ഈ പുതിയ പാലം വന്നതോടുകൂടി എങ്ങനെയുണ്ട്? പുതിയ പാലം വന്നതോടുകൂടി ഇവിടെ ജനങ്ങളെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത്. രാത്രി കാലങ്ങളിൽ പാലത്തിൽ ഫുൾ ആളാണ്. കാണാനും ഈ ലൈറ്റ്, ഈ ഫുൾ ലൈറ്റുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ആള് കൂടുതൽ ആള് ഒരിക്കലും ഇല്ലാതെ പല ഭാഗത്തുനിന്നും ആള് വണ്ടി എടുത്തിട്ട് കല്യാണ പാർട്ടിക്കാരുടെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ചില അടിപൊളിയാണ്. സീരിയലുകാരെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഗംഭീര പരിപാടിയായി. പാലം പണി മുൻപേ പഴയ പാലം ഒരു മരപ്പാലയായിരുന്നു. ആ പാലം ഒരു കാലം വലിയ മഴക്ക് എന്തോ ഒന്ന് ഒലിച്ചു വരുന്നാട്ടിട്ട് ഞങ്ങളെല്ലാം പോയി, ഞാൻ ചെറുതാ പോയി, അപ്പാടും 50ഓളം ആള് പൊട്ടിയാൽ താണ് മരപ്പാലം പൊട്ടി. അപ്പോൾ അതിൽ ഞാനടക്കം പെട്ടിന്. അപ്പോൾ അന്നെ ആള് രക്ഷപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാവില്ല. പെർളശ്ശേരി അമ്പലവും അണ്ടലൂർക്കാവും നമ്മൾ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തര മലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അത് രണ്ടും കണക്ട് ചെയ്യാന്നുള്ള പാലം കൂടി ആയതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ സൗകര്യമാണ്. ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ പോകാനും പെർളശ്ശേരി പോകാനും തലശ്ശേരി പോകാനും കൂടെ ഏറ്റവും നല്ലൊരു ഒരു ജംഗ്ഷൻ പാലമായി മാറിയത് വലിയ സന്തോഷം. ഇപ്പോൾ സർക്കാർ തന്നെ പാലത്തിൻ്റെ അടിയിൽ ഒരു ടൂറിസത്തിന് ഭാഗത്ത് ഒരു പാർക്കിൻ്റെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം ഭയങ്കര മാറ്റമാകും. പാലം വന്നാൽ വലിയ സന്തോഷമാണോ? സന്തോഷം. എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര അടിപൊളി ഒരു പാലം വരുമെന്ന്? ഇല്ല. എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങി അല്ലേ? പുറത്തോടെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ റീൽസ് ഒക്കെ ഇങ്ങനെ ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയും വലിയൊരു പാലം വന്ന് നാട്ടിറങ്ങി ഏറ്റവും വലിയ ഉപകാരമില്ല. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാട് ഉണ്ടാവില്ലേ? എന്താ പറയുന്നത്? വികസനം, നാട്ടിന് വികസനം ചെയ്യുന്ന പാർട്ടികളെ ജയിപ്പിക്കുക, അതന്നെ ഉദ്ദേശം. ഈ 50 വർഷത്തിലില്ലാത്തൊരു മാറ്റം നമ്മുടെ പ്രദേശത്ത് ഈ 5-7 വർഷം കൊണ്ട് നമുക്ക് 8-9 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി തന്നത് ഈ ഗവൺമെൻറ് തന്നെയാണെന്നുള്ള ഈ പൂർണ്ണ ബോധ്യം നമ്മുടെ നാട്ടുകാർക്കുണ്ട്. എന്ത് തന്നെയാലും ഈ ഗവൺമെൻറ്റിന് പിറകിൽ ഈ ഗവൺമെൻറ് തുടർ ഭരണം ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവുമാണ് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുള്ളത്. നമ്മളെന്ന് വെച്ചാൽ ഈ 21 വാർഡ് നമ്മൾ ജയിപ്പിക്കും. ഈ ഇവിടെ പിണറായി 21 വാർഡല്ലേ, ഈ വാർഡാണ് ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു വാർഡ്. ഇവിടെ ഒരു വട്ടം ഏത് സ്ഥാനത്ത് കെട്ടിവെച്ച കിട്ടിയിട്ടില്ല. അതുപോലെ ഈ പ്രാവശ്യം നമ്മൾ ആക്കേണ്ട പരിപാടിയാണ്. കെട്ടിവെച്ച കൊടുക്കാതെ രൂപത്തിൽ ജയിപ്പിക്കും. അതാണ്. അപ്പോൾ എല്ലാവരും കണ്ടതിൽ സന്തോഷം. പാലത്തിന്റെ ഈ മാറ്റം അതിങ്ങനെ തുടരട്ടെ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു പാലം ഒരു നാടിനെ മാറ്റിയ കഥയാണ് ഇവിടുത്തെ മനുഷ്യർ നമ്മളോട് പറയുന്നത്. ഞങ്ങൾ ഈ വന്ന വഴികളിൽ ഇങ്ങനെ എത്രയോ കാഴ്ചകൾ കണ്ടിരിക്കുന്നു. അപ്പോൾ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് മറ്റൊരിടത്ത് വരും സമയങ്ങളിൽ വീണ്ടും കാണാം.